ഹലോ ഗായ്സ്, നമ്മുടെ ഇന്റേൺഷിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. നമ്മളിന്ന് നടന്നാണ് പോയത്. പക്ഷേ പകുതി എത്തിയപ്പോൾ ഒന്ന് ക്ഷീണിച്ചത്. അതുപോലെ നാരങ്ങ വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചൊന്ന് സെറ്റായി. നന്ദനെ കാണാൻ നല്ല ഭംഗിയില്ലേ ഈ ട്രഡീഷണൽ ഡ്രസ്സിൽ. കോളേജിൽ എത്തിയപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ് മാൻസ്ക്രിപ്റ്റിനെ പറ്റിയായിരുന്നു. ആദ്യം ലൈബ്രറി വിസിറ്റ് ഒക്കെ കഴിഞ്ഞു. അതിൻ്റെ പിക്സ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം റെസ്ട്രിക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ക്ലാസ് ആയിരുന്നു, എന്താണ് മാൻസ്ക്രിപ്റ്റ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ലാസ് ആയിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം നമുക്ക് പ്രാക്ടിക്കൽ സെക്ഷൻ ആയിരുന്നു ഇന്ന്. ഒന്നുമില്ല, കുട്ടിക്ക് ഒന്നുമില്ല, ആടിക്കോളൂ, നേരം വെളുക്കണ വരെ ആടിക്കോളൂ. ഇന്ന് പിന്നെ എവിടെ പോകുമെന്ന് പറഞ്ഞ് ഞാൻ ചിന്തിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് കുട്ടു പറഞ്ഞ് നമുക്കെന്നാൽ പുത്തൻതോപ്പ് ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് പോയതാണ്. ഹലോ ഗായ്സ്, നമ്മളിപ്പോ പുത്തൻതോപ്പ് ബീച്ചിലാണുള്ളത്. കോളേജ് വിട്ട് കഴിഞ്ഞ് ഞങ്ങള് പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട്. എന്നോട് ശ്രീജി ഉണ്ട്, ഏഞ്ചൽ ഉണ്ട്, നന്ദന ഉണ്ട്, ആരതി ഉണ്ട്, കുട്ടു ഉണ്ട്. ഞങ്ങൾ ഇവിടെ ഇതൊരു അത്ര ആൾക്കാരൊന്നും വരുന്ന ബീച്ചല്ലെന്ന് തോന്നുന്നു, ഡേഞ്ചറാന്ന് തോന്നുന്നു. എൻജോയ് നല്ല, പക്ഷെ എന്താ കടലിലെന്തോ ചെറിയ പ്രശ്നമുള്ളത് കൊണ്ട് തോന്നുന്നുണ്ട്. ഞങ്ങൾ കുറച്ചു നേരം നിന്നിട്ട് പോവും. പെട്ടെന്ന് ഒത്തിരി നേരം കളിക്കുന്നൊന്നുമില്ല കടലില്. ഏതവളുടെ തലയിൽ ഉദിച്ച ഐഡിയ ആണെന്ന് അറിയത്തില്ല. ഈ ഷോർട്സ് ഇട്ടുകൊണ്ട് കടയിൽ പോകണമെന്നും പറഞ്ഞ് നിർബന്ധിച്ച് മനുഷ്യനെ കൊണ്ട് ഇടിപ്പിച്ചതാണേ. കടയിൽ ചെന്നിട്ടാണെങ്കിലോ അവിടെ ഒടുക്കത്തെ എസ്തെറ്റിക്സ് പറഞ്ഞാൽ ഞങ്ങളെ ഡ്രസ്സ് മാച്ചാകുന്നതേ ഇല്ല. മനുഷ്യന് നാണക്കേട് കാരണം അവിടെ ഇരിക്കാൻ വയ്യാതെ. പിന്നെ എങ്ങനെയൊക്കെയോ മന്തി വന്ന് അതും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോയാൽ മതിയെന്നായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ഇന്റേൺഷിപ്പിൽ ഒരു വെറൈറ്റി അനുഭവമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ.